നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. ഇനിയുള്ള 45 മിനിറ്റ് നമ്മൾ ജനകീയ വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. ജനങ്ങൾക്ക് നേരിട്ട് ഈ പരിപാടിയിൽ പങ്കാളികളാകാം. ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ അത് ഞങ്ങളെ വിളിച്ച് നേരിട്ട് അറിയിക്കും. അത് ഇടപെടേണ്ട വിഷയമാണെങ്കിൽ ഞങ്ങൾ ഇടപെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നേരിട്ട് ഈ ജനകീയ പരിപാടിയിലേക്ക് വിളിക്കാം. 048428300510 ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ വാട്സാപ്പ് വഴി ഞങ്ങൾക്ക് അയക്കാം. 6235968937 ഈ നമ്പറിലൂടെ വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ അയച്ചു നൽകാം. നമ്മൾ ആദ്യത്തെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരകളായവരുടെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം ചോദിച്ച് കാത്തിരുന്ന കേരളത്തിന് കിട്ടിയത് വായ്പ. ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിന് 529.50 കോടി രൂപയുടെ വായ്പയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. സംസ്ഥാനം സമർപ്പിച്ച 16 പ്രൊജക്ടുകൾക്ക് വായ്പയായാണ് പണം അനുവദിച്ചത്. ഈ സാമ്പത്തിക വർഷം തന്നെ ചെലവഴിക്കണം എന്ന നിബന്ധനയോടെയാണ് ഇപ്പോൾ ഈ വായ്പ നൽകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ നഷ്ടം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. കൂടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 16 പ്രത്യേക പ്രോജക്റ്റുകൾ സമർപ്പിച്ച് വായ്പയും ചോദിച്ചിരുന്നു. കേന്ദ്രം പരിഗണിച്ചത് വായ്പാപേക്ഷ മാത്രം. അങ്ങനെയാണ് 529.5 കോടി രൂപയുടെ പ്രത്യേക പലിശരഹിത വായ്പ ലഭിച്ചത്. സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന മൂലധന നിക്ഷേപ സഹായ പദ്ധതി പ്രകാരമാണ് ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ വായ്പ അനുവദിച്ചിരിക്കുന്നത്. മൂലധന നിക്ഷേപ സഹായ പദ്ധതി പ്രകാരമുള്ള വായ്പയ്ക്ക് ഒരു ഗുണമുണ്ട്: പലിശ നൽകേണ്ടതില്ല. തിരിച്ചടവിനും സാവകാശമുണ്ട്. 50 കൊല്ലം കൊണ്ട് വായ്പാ തുക തിരിച്ചടച്ചാൽ മതി. ഈ മാസം 11-നാണ് വായ്പാ സഹായം അനുവദിച്ച് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാന ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ഗ്രാൻഡായി സഹായം പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാന സർക്കാരിന് വായ്പ ലഭിച്ചതിൽ അത്ര തൃപ്തിയില്ല. 2000 കോടിയുടെയെങ്കിലും നഷ്ടം അടിയന്തരമായി അതിനുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് പോലെ ഉള്ള ഗ്രാൻഡാണ് നമ്മൾ ചോദിച്ചത്. സാധാരണ ഇങ്ങനെയുള്ള സഹായമാണ് കൊടുക്കുന്നത്. എന്നാൽ ആ ഗ്രാൻഡായിട്ടുള്ള തുകയല്ല കിട്ടിയത്. പിന്നെ വായ്പ ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ വായ്പയും ചോദിച്ചിരുന്നു. കാരണം ഇത് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. ഇപ്പോൾ കാപ്പെക്സ് സ്കീം അനുസരിച്ചിട്ട് 529 കോടി രൂപയാണ്, ഏകദേശം 530 കോടി രൂപയുടെ വായ്പയാണ് ഇപ്പോൾ കിട്ടിയത്. അത് ദീർഘകാലം കൊണ്ട് അടയ്ക്കേണ്ട വായ്പയാണ്. അത് വായ്പ തിരിച്ചടയ്ക്കണം. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചെലവ് ചെയ്ത് തീർത്താലേ ആ വായ്പയുടെ ഇത് കിട്ടൂ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ടൗൺഷിപ്പിലെ പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണം, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണം, ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, സ്കൂൾ കെട്ടിടത്തിന് പുനർനിർമ്മാണം, കാരാപ്പുഴ ഡാമിൽ നിന്ന് ജലവിതരണ പദ്ധതി, ഫയർ സ്റ്റേഷൻ, വൈദ്യുതി സബ്സ്റ്റേഷൻ തുടങ്ങിയവയുടെ നിർമ്മാണം, കളക്ടറേറ്റിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പ്രത്യേക ബ്ലോക്ക് തുടങ്ങിയ 16 പദ്ധതികൾക്കാണ് കേന്ദ്രം വായ്പാ സഹായം അനുവദിച്ചിരിക്കുന്നത്. മുണ്ടക്കൈയിലെ സർക്കാർ എൽ പി സ്കൂളിന് സമീപത്തെ 8-ാം നമ്പർ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണത്തിന് 7 കോടി രൂപ ചോദിച്ചിരുന്നെങ്കിലും ലഭിച്ചത് 94 ലക്ഷം രൂപ മാത്രം. ഈ തുക സംസ്ഥാനം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. ഞങ്ങൾ വായ്പയായി കുറേ വർഷം അങ്ങ് നീട്ടിപ്പിടിച്ച് വായ്പ തരാം എന്നുള്ളതാണ്. അത് ഫെഡറലിസത്തിന് യോജിക്കുന്നതല്ല. അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്തിരിക്കുന്ന ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ്. കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടാണ്. സമയത്തിന് പണം തന്നില്ല, തരാൻ പോകുന്ന പണം അത് വായ്പയായി തരാം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഉചിതമായ നടപടിയല്ല. ആവശ്യപ്പെട്ടത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊണ്ട് തൽക്കാലം കാര്യങ്ങൾ നടത്തേണ്ട അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ. ദുരന്തബാധിതരുടെ സമഗ്ര പുനരധിവാസത്തിനായി ആവശ്യപ്പെട്ട 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് എന്ന് കിട്ടുമെന്നതാണ് കേരളത്തിന്റെ ചോദ്യം. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കേരളം ഒരു പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ പാക്കേജ് കിട്ടിയില്ല. ഇപ്പോൾ കേന്ദ്രം അനുവദിക്കുന്നത് വായ്പയാണ്. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണാം. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട ഒരു സംഭവമാണ്. ഈ 500 ചില്ലാനം കോടി അനുവദിക്കും. ആ അനുവദിക്കുന്ന കോടി തിരിച്ചടക്കണം. നമ്മൾ ഇന്ത്യ രാജ്യത്തുള്ള പ്രദേശമാണ് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശം. അല്ലാതെ നമ്മൾ പുറം രാജ്യത്ത് ആൾക്കാർക്ക് കടം കൊടുക്കുന്നത് പോലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പം നമ്മൾ ഈ ഇന്ത്യക്കാരല്ലേ എന്ന് സംശയിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ്. കറണ്ടൊരു നമുക്ക് അറിയാവുന്ന ഒരു ഫണ്ടാണ്. അത് കടമായിട്ട് തരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതൊരു ശരിക്കും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലാണുള്ളത്.
അപ്പോൾ ശരിക്കും ഒരു ധനസഹായമായിട്ട് നമ്മുടെ ദുരന്തബാധിതർക്ക് ഒരു പ്രത്യേക പാക്കേജ് തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ബഡ്ജറ്റിൽ ഈ പൈസ അനുവദിക്കുമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ ബഡ്ജറ്റിലും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എബ്രഹാം തോമസ് പറയുന്നത് വായ്പയും ഒരു ദുരന്തം പോലെ എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജാണ്. അത് കിട്ടാത്തതിലുള്ള രോഷമൊക്കെ പ്രേക്ഷകരുടെ കമന്റായി വരികയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം വർഗീസ് തട്ടേക്കാട് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തട്ടേക്കാട് വന്യമൃഗശല്യം രൂക്ഷമാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്ന കാര്യത്തിൽ അലംഭാവം, പ്രഖ്യാപനങ്ങൾ മാത്രം. വി നീഡ് മീഡിയ സപ്പോർട്ട് ഫ്രം 24 എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വിഷയത്തിൽ നമ്മൾ നേരത്തെയും ഇടപെട്ടിട്ടുണ്ട്, വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയത്തിൽ അത്തരത്തിൽ അലംഭാവമുണ്ടെങ്കിൽ അതും നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യും. അടുത്ത റിപ്പോർട്ടിനായി നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായെന്ന് വനംവകുപ്പിന്റെ റിപ്പോർട്ട്. വെടിക്കെട്ടാണ് അപകടം ഉണ്ടാക്കിയത് എന്നും അപകട സമയത്ത് ആനയ്ക്ക് ചങ്ങല ഇട്ടിട്ടില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്നും പടക്കം പൊട്ടിച്ചതിൽ ഉത്തരവാദിത്തം ഇല്ല എന്നുമാണ് ക്ഷേത്രം ട്രസ്റ്റിയുടെ നിലപാട്. അപകടത്തിൽ മരിച്ച 3 പേരുടെയും മൃതദേഹം സംസ്കരിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മണക്കുളങ്ങര ക്ഷേത്രോത്സവം അവസാന ദിവസത്തെ ചടങ്ങുകൾ നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ദുരന്തം തേടിയെത്തിയത്. താലപ്പൊലി ഘോഷയാത്രയ്ക്ക് മുന്നോടിയായുള്ള ക്ഷേത്രവരവ് നടക്കവേ ഉണ്ടായ അപകടത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും മണക്കുളങ്ങര എന്ന നാട്. കരിമരുന്നു പ്രയോഗത്തിന്റെ ഉഗ്രശബ്ദം ഇപ്പോഴും അവരുടെ കാതുകളിൽ മുഴങ്ങുന്നു. പിന്നിൽ നിന്ന ആന മുന്നിൽ നിന്ന ആനയെ കുത്തിയതും 2 ആനകളും പരിഭ്രാന്തരായി ഓടിയതുമൊക്കെ അവർ നൊമ്പരത്തോടെ ഓർക്കുന്നു. അവിടെ ആ പരിസരം എന്താ വെച്ചാൽ കംപ്ലീറ്റ് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇരിക്കാൻ തക്കണമല്ലേ, അവിടെ ഇങ്ങനെ ഇരിക്കുകയുണ്ടാകുക. എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാകില്ലേ, പ്രായമുള്ള സ്ത്രീകളൊക്കെ അവിടെ ഇരിക്കുക. അതിലേക്കാണ് ആന നന്നായിട്ട് കയറിയത്. അതന്നെ, ഈ ആന ബാക്കിലുള്ള ആന മുന്നിലത്തെ ആനേനെ കുത്തിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ആ ആന നേരെ ഈ ജനങ്ങളുടെ ഇടയ്ക്ക് കയറുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞു പോകുന്നത്. കാട്ടുവയൽ അണയിലക്കടവ് ദേശങ്ങളുടെ വരവ് ക്ഷേത്രത്തിന് സമീപം എത്തിയിരുന്നു. ഈ കൂടെ നിരവധി ആനകളും ആയിരക്കണക്കിന് ആളുകളും ഉണ്ടായിരുന്നു. ഇവർ കൂടി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിച്ചേനെ. ആ വരവ് ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് 2 വരവും അവിടെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് വരവെത്തും. അതിന് തൊട്ട് മുമ്പാണ് ഇത് അപകടം ഉണ്ടായത്. കൂടുതൽ പേർക്ക് അപകടവും ഇതൊന്നുമല്ല, ചിത്രം മാറും, മരണസംഖ്യ കൂടാനും സാധ്യതയുണ്ട്. പിന്നെ ഒന്നാമത്തെ ഈ ചുറ്റുമതിലൊക്കെ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് ജനങ്ങൾ എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആണുള്ളത്. അപകടത്തെ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി, ADM മുഹമ്മദ് റഫീഖ് എന്നിവരാണ് സർക്കാരിന് സമർപ്പിച്ചത്. നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം, അപകട കാരണം വെടിക്കെട്ട്, അപകട സമയത്ത് ആനയ്ക്ക് ചങ്ങലയിട്ടില്ല എന്ന കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനും ശിക്ഷാ നടപടി തീരുമാനിക്കാനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ നിയമത്തിൽ നടപടികൾ സ്വീകരിക്കാനുള്ള ശ്രമം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തള്ളിയ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്നും അപകടത്തിന് കാരണമായി എന്ന് പറയുന്ന പടക്കം പൊട്ടിച്ചത് പൊതുജനങ്ങളാണെന്നും പ്രതികരിച്ചു. തീർച്ചയായും ഒരു ചട്ടലംഘനമൊന്നും അവിടെ നടന്നിട്ടില്ല. കാരണം എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം ആരംഭിക്കുന്നത് മുതലേ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിക്കുന്നത് ജനങ്ങളാണ്, ഞങ്ങളല്ല. ഈ ക്ഷേത്രമായിട്ടോ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തോ പടക്കം പൊട്ടിയിട്ടില്ല. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടിയമ്മ, രാജൻ എന്നിവരുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കുറുവങ്ങാട് ടൗണിൽ നടന്ന പൊതുദർശന ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. 4 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന്റെ അന്ത്യം ശുഭവരി അവസാനിയായിരുന്നുവെങ്കിൽ ഇന്ന് ഈ നാട് സന്തോഷിച്ചാനെ. നിർഭാഗ്യവശാൽ അവസാന നിമിഷത്തിലുണ്ടായ അപകടം ഇന്ന് ഈ നാടിനെ കണ്ണീരിലാഴ്ത്തുന്നു. അപകടത്തിന് ഉത്തരവാദി ആരാണെങ്കിലും നഷ്ടപ്പെട്ടത് 3 ജീവനുകളാണ്. ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കൊയിലാണ്ടി. പൊതുജനം കഴുതയല്ല സാർ. ഈ അമ്പലങ്ങളിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. പ്രേക്ഷകർ ആ വാർത്തയെ അങ്ങനെയാണ് കാണുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവായി ആ പ്രതികരണങ്ങൾ മാറുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് നാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 21 പേരാണ്. കൂടുതൽ പേർ മരിച്ചത് പാലക്കാട് ജില്ലയിലാണ്. ഒരു മാസത്തിൽ ശരാശരി 3 മുതൽ 5
വരെ ആനകൾ ഇടയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് വനവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഹർത്താൽ ഉൾപ്പെടെ നടത്തി പ്രതിഷേധിക്കുമ്പോഴാണ് ഉത്സവപ്പറമ്പുകളിൽ നാട്ടാനകൾ മനുഷ്യജീവനുകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. നാട്ടാനാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ പൊലിഞ്ഞത് പാലക്കാട് ജില്ലയിലാണ്. 7 പേർക്കാണ് ജില്ലയിൽ മാത്രം ജീവൻ നഷ്ടമായത്. തൃശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിൽ 3 പേർക്കും ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തരും മരിച്ചു. ആലപ്പുഴയിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ കൊല്ലം, പത്തനംതിട്ട, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നാട്ടാനകളുടെ ആക്രമണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരാൾ പോലും മരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. മരണങ്ങളിൽ ഏറിയ പങ്കും സംഭവിച്ചത് ഉത്സവങ്ങൾക്കിടയിലും മറ്റ് ആഘോഷ പരിപാടികൾക്കിടയിലുമാണ്. ഒരു മാസം ശരാശരി 3 മുതൽ 5 വരെ ആനകൾ ഇടയുന്ന സംഭവം ഉണ്ടാകുന്നതായി വനം വകുപ്പ് വ്യക്തമാക്കുന്നു. അതേസമയം വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഉത്സവ സീസണുകൾ ആരംഭിക്കാനിരിക്കെ നാട്ടാന പരിപാലന ചട്ടം കർശനമാക്കാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ്. കൊയിലാണ്ടി സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തീരുമാനം. മതപരമായ പരിപാടി എന്ന ഇളവ് നൽകാതെ കർശനമായി നിയമം പാലിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കും. സ്ഥിരം ആന ഇടയുന്ന ഇടങ്ങളിലും ഉത്സവങ്ങളും പെരുന്നാളുകളും കേന്ദ്രീകരിച്ചും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. വന്യജീവി ശല്യം തീർക്കാൻ പെടാപ്പാട് പെടുന്നതിനിടെയാണ് നാട്ടാന വനംവകുപ്പിന് തലവേദനയാകുന്നത്. നാട്ടാനാക്രമണങ്ങൾ നമ്മൾ സ്വയം വിളിച്ചു വരുത്തുന്ന ദുരന്തങ്ങളാണ്. നൂറുകണക്കിന് ആളുകൾക്കിടയിൽ മണിക്കൂറുകളോളം നിൽക്കുമ്പോൾ ആനയുടെ വന്യത അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഇനിയെങ്കിലും ആനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം കൈവിട്ട കളികൾ വേണോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ടതാണ്. വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ തലസ്ഥാനത്തേക്കാണ്. തിരുവനന്തപുരം മെട്രോയ്ക്ക് പച്ചക്കൊടി ഉയരുന്നു. അലൈൻമെന്റിന് ധനകാര്യ വകുപ്പ് അംഗീകാരം കിട്ടി എന്നാണ് വിവരം. അലൈൻമെന്റിൽ അന്തിമ തീരുമാനം എടുക്കുക മുഖ്യമന്ത്രിയായിരിക്കും. പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. അന്തിമ അലൈൻമെന്റ് മുഖ്യമന്ത്രിക്ക് കൂടി ബോധ്യപ്പെട്ടാൽ മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തും. ഈ മാസം അവസാനത്തോടെ മന്ത്രിസഭ വിഷയം പരിഗണിച്ചേക്കും. കഴക്കൂട്ടമാകും മെട്രോയുടെ തുടക്കമെന്നാണ് വിവരം. അലൈൻമെന്റിന്റെ അന്തിമ രൂപം സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ബജറ്റ് പ്രഖ്യാപനത്തിൽ മെട്രോയുടെ നിർമ്മാണം ഈ വർഷം തുടങ്ങുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. അന്തിമ അലൈൻമെന്റിൽ വേഗം തീരുമാനം അറിയിക്കണമെന്ന് KMRL സർക്കാരിന് കത്തയച്ചിരുന്നു. നേരത്തെ സമഗ്ര പദ്ധതി രേഖ കേരളം കേന്ദ്രത്തിന് അയച്ചിരുന്നു. ഇത് പരിഗണിച്ചാകും കേന്ദ്ര സഹായം. DPRന്റെ സംക്ഷിപ്തം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ KMRL സർക്കാരിന് നൽകിയിരുന്നു. അതിൽ 2 അലൈൻമെന്റുകളാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. കാര്യവട്ടം MG റോഡ് തമ്പാനൂർ കിള്ളിപ്പാലം, രണ്ടാമത്തേത് ദേശീയപാത 66 വഴിയുള്ള കഴക്കൂട്ടം ആക്കുളം ഇഞ്ചക്കൽ കിള്ളിപ്പാലം. മെട്രോ പദ്ധതിയുടെ ഭാഗമായി ശ്രീകാര്യത്ത് ഫ്ലൈ ഓവർ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ചാലക്കുടിയിൽ നടന്ന ബാങ്ക് മോഷണവുമായി ബന്ധപ്പെട്ടതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ മോഷണം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കുമെന്നുള്ള വാർത്ത വരുന്നു. ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കും. അതേസമയം പ്രതി ഹിന്ദി സംസാരിച്ചതുകൊണ്ട് മലയാളിയല്ലെന്ന് പറയാൻ കഴിയില്ല എന്ന് തൃശൂർ റേഞ്ച് DIG S ഹരിശങ്കർ പ്രതികരിച്ചു. ഇപ്പോൾ നമ്മൾ ഒരു പ്രജുഡിസും ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SP കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി അത് ആക്ഷൻ തുടങ്ങും. ഒരു 2-3 ദിവസം മുന്നോട്ട് പോയിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ടൊരു നിഗമനം ഒരു 24 hours കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. നമുക്കിപ്പോൾ അയാളുടെ ഫേസ് ഇല്ല. അയാൾ ഹിന്ദി സംസാരിക്കുന്നവരെല്ലാം മലയാളികളല്ലാത്തവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു പക്ഷേ മിസ്ലീഡിങ്ങും ആവാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആദ്യമേ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് പോകുന്നതിനകത്ത് ഇപ്പോൾ അർത്ഥമില്ല. നമ്മളത് ഓപ്പൺ എൻഡഡ് ആയിട്ട് പോകുന്നതാണ് നല്ലത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ സൂരജ് സജ്ജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പ്രതിക്ക് ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിവുണ്ടായിരുന്നു എന്ന തരത്തിൽ ഉള്ള ഒരു മോഷണം, അതാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. പോലീസ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങൾ സൂരജ്? ഉന്മേഷ്, പോലീസിനെ സംബന്ധിച്ച് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രതി ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെയും വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതുതായി വരുന്ന വിവരം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാകും ഈ കേസ് അന്വേഷിക്കുക. റൂറൽ SP മേൽനോട്ട ചുമതല വഹിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് 45
ലക്ഷം രൂപ ഈ പ്രതി മോഷണം നടത്തുന്ന സമയത്ത് ഈ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് 15 ലക്ഷം രൂപ, അതായത് 3 കെട്ടുകളാണ്, 5 ലക്ഷം രൂപ വീതമുള്ള 3 കെട്ടുകളാണ് ഈ പ്രതി മോഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള മോഷണം, അതായത് ഇയാൾക്ക് ആവശ്യമുള്ള തുക ഈ ക്യാഷ് കൗണ്ടറിൽ നിന്ന് മോഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടതെന്ന് തന്നെ പറയുന്നു. ഒരു കവർച്ച, അതായത് വലിയൊരു കൊള്ള ലക്ഷ്യമിട്ട് വന്ന പ്രതിയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന പണമടക്കം കവർച്ച ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബാങ്കിനെ കുറിച്ചൊക്കെ നല്ല വ്യക്തതയുള്ള ആളാണ് ഈ മോഷണം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ അടക്കം CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ബാങ്കിൽ അസ്വാഭാവികമായി ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നാലെ ഈ ട്രെയിൻ മാർഗം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കുന്നതിനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതിന്റെ ഭാഗമായിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലടക്കം ട്രെയിനുകളിലടക്കം വലിയ രീതിയിലുള്ള പരിശോധന നടത്താൻ ഇന്ത്യയിലുടനീളം റെയിൽവേ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന പാതയായിട്ടുള്ള അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഉൾപ്പെടെ പ്രത്യേക പോലീസിന്റെ പരിശോധനകളുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വിവിധ ജില്ലകളിലേക്ക് കടക്കുന്ന ഭാഗങ്ങളിലും പോലീസിന്റെ പരിശോധനകളുണ്ട്. ഊർജിതമായ അന്വേഷണം നടക്കുന്നു. പ്രതിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്താവുന്ന ലീഡുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യം. അധികം വൈകാതെ പ്രതിയിലേക്ക് എത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം പോലീസ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകരും ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ATM കവർച്ച നടത്തിയവർക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നാണ് വിനീത് നാരായണൻകുട്ടിയുടെ ചോദ്യം. എബ്രഹാം തോമസ് പറയുന്നത് തൃശ്ശൂരിലെ പട്ടാപ്പകൽ ബാങ്കുകളുള്ളത് വാർത്തയില്ലേ എന്നുള്ളതാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി പീഡനമെന്ന പരാതിയിൽ കോഴിക്കോട് ഉള്ളിയേരി സ്വദേശിയായ യുവാവ് പിടിയിലായി. വിഷ്ണു എന്ന വിക്കിയാണ് പന്തീരാങ്കാവ് പോലീസിന്റെ പിടിയിലായത്. കണ്ണൂർ സ്വദേശിയായ യുവതിയാണ് പരാതിക്കാരി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട്. അഭിജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏതാണ്ട് 1 വർഷമായി പന്തീരങ്കാവിന് സമീപത്തുള്ള ഒരു ഫ്ളാറ്റിൽ താമസിച്ചു വരികയാണ് ഈ യുവാവും യുവതിയും. വിവാഹം കഴിക്കാമെന്നുള്ളതായിരുന്നു ഈ യുവാവ് യുവതിക്ക് നൽകിയ വാഗ്ദാനം. അതിനിടയിലാണ് നേരത്തെ ഈ യുവാവ് ഒരു വിവാഹം കഴിച്ചു എന്നുള്ളൊരു വിവരം ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇവർ പന്തീരാങ്കാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ യുവാവിനെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇയാൾ ഈ പരാതി നൽകിയത് പ്രകാരം ഇയാൾ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇയാളുടെ പേര് വിഷ്ണു എന്നാണ്. വിക്കി എന്നാണ് ഇയാളുടെ മറ്റൊരു പേര്. ഉള്ളിയേരി സ്വദേശിയാണ്. ഏതായാലും കണ്ണൂർ സ്വദേശിനി നൽകിയ ഈ പരാതിയിൽ ഇയാളുടെ അറസ്റ്റ് പന്തീരങ്കാവ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉന്മേഷ്, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. മിഠായി ക്ലിനിക്കുകളിൽ നിന്ന് ഇൻസുലിൻ ലഭിക്കാത്തതോടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികളും രക്ഷിതാക്കളും. കോഴിക്കോട് കളക്ടറേറ്റിലെ സാമൂഹിക സുരക്ഷാ മിഷൻ ഓഫീസിലേക്കായിരുന്നു ഇവരുടെ പ്രതിഷേധം. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് ചികിത്സയും പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായാണ് സംസ്ഥാന സർക്കാർ മിഠായി പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി പദ്ധതി താളം തെറ്റുന്നുവെന്നാണ് ആരോപണം. പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ് പ്രമേഹബാധിതരായ കുട്ടികളും രക്ഷിതാക്കളും. ഇൻസുലിൻ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. പിണറായി സാറേ, ഇൻസുലിൻ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഭൂരിഭാഗം കുടുംബങ്ങൾക്കും ആശ്വാസമായിരുന്ന പദ്ധതിയാണ് താളം തെറ്റുന്നത്. 2 മാസത്തോളമായി ഇൻസുലിൻ ഉൾപ്പെടെ ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ക്ലിനിക്കുകൾ കയറിയിറങ്ങി മടുത്തിരിക്കുകയാണ് പ്രമേഹബാധിതരായ കുട്ടികളുടെ രക്ഷിതാക്കൾ. 2 മാസമായി തീരെ മരുന്ന് തരാത്തത്. ഇപ്പോൾ പോയപ്പോൾ ഒരു കേറ്റർജി മരുന്ന് തന്നു. ഒന്നും മതിയാവില്ല. ഞങ്ങൾക്ക് 5 കേറ്റർജി മരുന്നുമാണ് ഒരു മാസത്തെ. അതിനൊന്നിന് വില 800 ചില്ലാനും ഉറുപ്പിയാണ് മരുന്നിന്. അത് മതിയാവുന്നില്ല. ഒരു കേറ്റർജി തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് 4 നേരം ഇൻസുലിൻ അടിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് ആവശ്യമായ സ്ട്രിപ്പ്, നീഡിൽ, കാട്രിഡ്ജ് തുടങ്ങിയവ പുറത്തുനിന്ന് വാങ്ങുകയാണ് രക്ഷിതാക്കൾ. ഇവയുടെ വിലയാകട്ടെ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറം. സാമ്പത്തികമായിട്ട് നല്ല പ്രശ്നമാണ്. നമ്മളൊരു മിഡിൽ ക്ലാസ്സുകാരാണ്. നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുക. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാമെന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞങ്ങൾ വാങ്ങേണ്ടി വന്നു. ഒരു കാറ്ററിഡ്ജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 10 ദിവസം 15 ദിവസത്തേക്കേ ഉള്ളൂ. ഇപ്പോൾ 2 കാറ്ററിഡ്ജ് വാങ്ങണമെങ്കിൽ നല്ല വിലയുണ്ട്. നമുക്കത് താങ്ങാൻ പറ്റാത്തതാണ്. മുതിർന്നവരിൽ കാണുന്ന ടൈപ്പ് 2 പ്രമേഹത്തേക്കാൾ സങ്കീർണമാണ് കുട്ടികളിലെ ടൈപ്പ് 1 പ്രമേഹം. സാമൂഹിക സുരക്ഷാ മിഷൻ വഴി ഇത്തരത്തിലുള്ള 1800-ലേറെ കുട്ടികൾക്ക് സംസ്ഥാനത്ത് മിഠായി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായം നൽകുന്നുണ്ട്. ഫണ്ടില്ലാത്തതാണ് പദ്ധതി താളം തെറ്റാൻ കാരണമെന്നാണ് അധികൃതർ നൽകുന്ന മറുപടി. ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ഇവർ മുട്ടാത്ത വാതിലുകളില്ല. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് പലരെയും കണ്ടു. പരിഹാരമുണ്ടാകാതെ വന്നതോടെയാണ് തെരുവിലിറങ്ങിയത്.
സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് ആവശ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഈ ന്യൂസ് കാണുന്ന സുജാത എസ് പറയുന്നുണ്ട്, കഷ്ടം, കുട്ടികൾ അവരെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നത് ഇതിനൊക്കെ വേഗം പരിഹാരം കാണണം, പാവം കുഞ്ഞുങ്ങളല്ലേ എന്നുള്ളതാണ് ചോദ്യം. നിരവധി പേർക്ക് ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം താളം തെറ്റിക്കിടക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ സ്ട്രിപ്പ്, നീഡിൽ തുടങ്ങിയവയൊക്കെ പുറത്തു നിന്ന് വാങ്ങുമ്പോൾ കീശ കാലിയാവുന്ന അവസ്ഥയാണ്. പ്രതികരണങ്ങളിലേക്ക്. സാമ്പത്തിക പ്രശ്നം, ഇൻസുലിൻ വാങ്ങുവാൻ ഇപ്പോഴത്തെ ചിലവ്, അതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. പ്രാരംഭത്തിലുള്ള ആ മിടുക്കൊന്നും ഇപ്പം കാണിക്കുന്നില്ല. ഇപ്പോൾ 2-3 വർഷമൊക്കെ നന്നായിട്ട് മരുന്ന് കിട്ടിക്കൊണ്ട് നിന്നതായിരുന്നു. ഇപ്പോൾ വളരെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു സമരവും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം ഉണ്ടാവും, പിന്നെ സ്റ്റോപ്പാവും. പിന്നെ അപ്പം കുട്ടികൾ വളരെ ബുദ്ധിമുട്ടില്ല. എന്താ വെച്ചാൽ ഈ കുട്ടികളൊക്കെ നിരത്തിലിറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിഷമമുള്ള കാര്യങ്ങളല്ലേ. മരുന്ന് എത്തുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ മോളിപ്പോൾ 10th പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഒരു ആഴ്ചയിൽ ഒരു ഇൻസുലിൻ പറ്റുന്നുള്ളൂ, ഒരു 5-6 വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങൾക്കിപ്പം അവളച്ഛന് വണ്ടിയാണ്, പെട്ടെന്ന് ഇത്രയും എമൗണ്ട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഞങ്ങൾ ഇൻഷുലൻ അടിക്കാത്ത ദിവസങ്ങളുണ്ട്. ഇൻഷുലൻ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ ഭീമമായ ചികിത്സയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ന് അധികാരികൾ ഇൻഷുലൻ ഞങ്ങൾക്ക് സർക്കാർ തന്നേ പറ്റൂ, അല്ലാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. ഒരുപാട് നാളെ അവിടെ സ്റ്റോക്കില്ലാന്നായിട്ട് ഇപ്പോൾ നമ്മൾ പുറത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ അതിൻ്റെ ചിലവ് എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, തീരെ താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്, എനിക്ക് ഒരിക്കലും നടക്കുന്നില്ല ഈ സംഗതി. കുറച്ച് അവിടുന്ന് കിട്ടി, ഒരു മാസം കിട്ടിയാൽ പിന്നെ 2 മാസത്തേക്ക് 3 മാസത്തേക്ക് ഇൻഷുറൻസ് ഇല്ല എന്നാ പറഞ്ഞു. അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ പുറത്ത് വാങ്ങിക്കാൻ മോളെ ജീവനത്തിന് ഇത് എന്തായാലും ലഭിക്കണം. ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ്. കുട്ടികളുടെ മരുന്നെങ്കിലും സർക്കാർ കൊടുക്കണം. വളരെ കഷ്ടമാണ് കുട്ടികളുടെ കാര്യമെന്ന് രവികുമാർ PB പറയുന്നുണ്ട്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറെ കായിക താരങ്ങളുള്ള പാലക്കാട് ജില്ലയിൽ കായിക രംഗത്തെ ഏറ്റവും വലിയ പരിമിതി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പരിശീലിക്കാൻ ഒരു നല്ല മൈതാനമില്ല എന്നതാണ്. ആകെയുള്ള മുനിസിപ്പൽ സ്റ്റേഡിയം ആകട്ടെ ഇന്ന് ഒരു പരിശീലനം നടത്താൻ കഴിയാത്തത്ര മോശം അവസ്ഥയിലാണ്. സ്റ്റേഡിയം വീണ്ടെടുക്കാൻ രംഗത്തെത്തുകയാണ് ജില്ലയിലെ കായിക പ്രേമികൾ. സർക്കാരും നഗരസഭയും ചേർന്ന് എത്രയും വേഗം സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾ നടത്തി കായിക താരങ്ങൾക്ക് വിട്ടു നൽകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ ആവോളമുണ്ട്. കായിക താരങ്ങൾ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് എവിടെയെന്ന്. ഗ്രൗണ്ട് ഇവിടെയുണ്ട്, പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഒരു കാലത്ത് സന്തോഷ് ട്രോഫിയും ഫെഡറേഷൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റും സംസ്ഥാന കായികമേളയും ഉൾപ്പെടെ വിവിധ മത്സരങ്ങൾ നടന്ന നഗരമധ്യത്തിലെ സ്റ്റേഡിയമാണ് ഇന്ന് എക്സിബിഷൻ മൈതാനമാക്കി മാറ്റിയിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടിലേറെയായി സ്റ്റേഡിയം നഗരസഭയ്ക്ക് വരുമാനമുണ്ടാക്കാനുള്ള മാർഗം മാത്രമാണ്. എന്തുകൊണ്ട് പുതിയ കായിക താരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് അവർക്കെന്ത് ചെയ്തു നൽകിയെന്ന മറു ചോദ്യം ബാക്കിയാകും. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ എല്ലാ കൗൺസിലും ഈ സ്റ്റേഡിയത്തിനെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ ഗാലറീൻ്റെ മേലെയെല്ലാം ഈ കാട് പിടിച്ചു കിടക്കുന്നത്. പാലക്കാടിൻ്റെ ഹൃദയഭാഗമാണ് ഈ സ്റ്റേഡിയം നിലകൊള്ളുന്നത്. ഇത് കേരളത്തിലെ ഒരു ജില്ലയിലും ഇല്ലാത്ത ഒരു പ്രവണതയാണ് നമ്മളിവിടെ കാണുന്നത്. ചെളിയും മറ്റും മറയ്ക്കാൻ ക്വാറി വേസ്റ്റ് കൊണ്ടുവന്ന് നിറച്ച മൈതാനത്ത് ഒരു പ്രാക്ടീസും നിലവിൽ സാധ്യമല്ല. നാടോടികളും സാമൂഹ്യ വിരുദ്ധരും അവരുടെ സ്ഥിരം താവളമാക്കി മാറ്റിയിരിക്കുകയാണ് സ്റ്റേഡിയത്തെ. ഇപ്പോൾ നഗരസഭയും സർക്കാരും ഇങ്ങോട്ടും അങ്ങോട്ടും ഫുട്ബോൾ തട്ടി കളിക്കുന്ന പോലെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാർ പറയുന്നു, കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു 40 കോടി രൂപ ഞങ്ങൾ ഇതിനു വേണ്ടി വക വെച്ചിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിക്കൂ, നഗരസഭ നിങ്ങൾ തീരുമാനിക്കൂ. വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടെത്തുന്ന പകരം കുറേ സ്ഥലങ്ങൾ കണ്ടെത്തുന്ന സ്ഥല പരിമിതി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ചെലവഴിക്കാൻ പറ്റാത്തതാണല്ലോ സർക്കാർ പറയുന്നത്. വേറെ ഏത് സ്ഥലം എന്തിനാ കണ്ടെത്തുന്നത്? ഇത്രയും നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് ഇതിനെ നന്നാക്കാനാണല്ലോ നോക്കേണ്ടത്. അറ്റകുറ്റപ്പണി നടത്തിയാൽ ജില്ലയ്ക്കാകെ മുതൽക്കൂട്ടാകുന്ന സ്റ്റേഡിയമായി ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇക്കാര്യത്തിനു പക്ഷേ സർക്കാരും നഗരസഭയും ഉണർന്നു പ്രവർത്തിക്കണം. കായിക താരങ്ങൾക്ക് ഒരു അവസരം നൽകണം. ഇത്ര സൗകര്യമുള്ള ഒരു സ്റ്റേഡിയം മറ്റൊരു ജില്ലാ ആസ്ഥാനത്തും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ ആ സ്റ്റേഡിയത്തെ എങ്ങനെയാണ് സർക്കാരും നഗരസഭയും പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതിലാണ് കാര്യം. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.
ഒരുപാട് കായിക താരങ്ങളെ വാർത്തെടുത്ത ജില്ലയാണ് പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയം. ഇപ്പോൾ നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. സ്റ്റേഡിയം വീണ്ടെടുക്കണം എന്ന കായിക പ്രേമികളുടെ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് അധികൃതർ. പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിൽ ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് കേരളത്തിൽ എവിടെയില്ല. അത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഗ്രൗണ്ടാണ്. ഇത് വരും തലമുറയ്ക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് കായിക താരങ്ങൾക്ക്, എന്നെമാരുള്ള കളിച്ച് വളർന്നവർക്കാണ്. ഇത്രയും സ്പോർട്സ് പ്രേമികൾ വന്നത് ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ. ഇതിപ്പോൾ നമ്മൾ 4-5 വർഷത്തോളമായി ഇതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് ചോദിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയാണ് പറയുക, മുനിസിപ്പാലിറ്റി ചോദിക്കുമ്പോൾ ഗവൺമെൻറ് പറയാം. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതാണ് 40 കോടി രൂപ പാലക്കാട് സ്റ്റേഡിയത്തിന് അനുവദിക്കുന്ന മന്ത്രി വീരവാദം പറഞ്ഞു പോയതാ. അതിനുശേഷം 1 രൂപ പോലും നഗരസഭയിൽ ഇതിൻ്റെ ആവശ്യത്തിലേക്ക് വന്നിട്ടുമില്ല. ഇവിടെ പുല്ല് ചെത്താൻ പോലും ഒരുപാട് പ്രാവശ്യം ഇടപെട്ടാൽ മാത്രമാണ് ഒരാളെയോ രണ്ടാളെയോ വിടുക. ക്ലബ്ബുകൾക്ക് പോലും ഗ്രൗണ്ടൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ലീഗ് മാച്ച് ഇപ്പോൾ അടുത്തന്നെ തുടങ്ങും. പ്രാക്ടീസ് ചെയ്യാൻ പോലും ഗ്രൗണ്ടില്ല സത്യത്തിൽ. കളി തുടങ്ങുമ്പോൾ ഒന്ന് പ്ലെയേഴ്സ് ഇറങ്ങുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ഈ ഗ്രൗണ്ട് ഈ കാണുന്ന ഗാലറി മുഴുവൻ നിറഞ്ഞു നിന്ന് ഇവിടെ ലീഗ് മാച്ച് നടന്ന ഒരു ഗ്രൗണ്ടാണ്. മൊത്തം നിറഞ്ഞിട്ട് ഇവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കണോ, ഗ്രൗണ്ടിലേക്ക് കാണികൾ പ്രവേശിക്കുമെന്ന് പറഞ്ഞ് പോലീസിനെ നിർത്തിയിട്ട് കളി നടന്നൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ കാണുമ്പോൾ പരിതാപകരമാണ്. അപ്പോൾ ആ സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾ തീർത്ത് അവിടുത്തെ കായിക താരങ്ങൾക്കായി എത്രയും വേഗം കിട്ടട്ടെ എന്ന് നമ്മൾ കരുതുകയാണ്. അടുത്ത ഒരു റിപ്പോർട്ടിലേക്കാണ്. കടുത്ത വേനലിൽ കഴിഞ്ഞ വർഷം ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിച്ച കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കിട്ടിയിട്ടില്ല. ഇടുക്കിയിൽ 18,000-ഓളം കർഷകരുടെ ഏലം കൃഷിയാണ് കഴിഞ്ഞ വർഷം വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങി നശിച്ചത്. സർക്കാർ സഹായം ലഭിക്കാതായതോടെ വലിയ ദുരിതത്തിലാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. മുമ്പെങ്ങുമില്ലാത്ത വിധം കഴിഞ്ഞ വർഷം ഏലം കർഷകർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി കടുത്ത വേനലിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിച്ചതാണ്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഉൾപ്പെടെ ഏലത്തോട്ടങ്ങൾ സന്ദർശിച്ച് പഠനം നടത്തി മടങ്ങി. കർഷകർക്ക് നഷ്ടപരിഹാരം വേണ്ട തുകയും അവർ നിശ്ചയിച്ചു. അതും തുച്ഛമായ തുക മാത്രം. കർഷകർക്ക് വകുപ്പുതല സേവനങ്ങൾ കാര്യക്ഷമമായി നൽകുന്നതിനായി കൃഷിവകുപ്പിന് വേണ്ടിയുള്ള എയിംസ് പോർട്ടലിലെ കണക്കനുസരിച്ച് 2024 ജനുവരി 1 മുതൽ ജൂലൈ 31 വരെ 17,945 കർഷകരുടെ ഏലച്ചെടികളാണ് നശിച്ചത്. 4,369 ഹെക്ടറിൽ 10.93 കോടി രൂപയുടെ നഷ്ടം ഇതിന് കൃഷിവകുപ്പ് കണക്കാക്കുന്നു. നഷ്ടപരിഹാരം നൽകുന്നതിനായി ആദ്യ ഗഡു 78,53,208 രൂപ അനുവദിച്ചു. നഷ്ടപരിഹാരത്തിന് അർഹതയുള്ള കർഷകരുടെ വിവരങ്ങൾ 2024 നവംബർ 21 ലഭിച്ചിട്ടുണ്ട് എന്ന് എയിംസ് പോർട്ടലിൽ തന്നെ വ്യക്തമാണ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും 1 രൂപ പോലും കർഷകർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി. അല്ലെങ്കിൽ 10% പോലും പൈസ നഷ്ടപരിഹാരമായി തരുന്നില്ല. ഈ നഷ്ടപരിഹാരം സമയബന്ധിതമായി എത്തിക്കുന്നില്ല. ഇപ്പോൾ അനുവദിച്ച തുക പോലും ഗവൺമെൻറ് ഇതുവരെയായിട്ടും എത്തിച്ചിട്ടില്ല. ഈ വർഷത്തെ കാലാവസ്ഥയും അതിരൂക്ഷമായ ഉണക്കിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ 3%, 3 ഡിഗ്രി 4 ഡിഗ്രി ചൂട് വർദ്ധിക്കും എന്ന് പറയുന്നു. ഇനി മാർച്ച് കഴിഞ്ഞാണ് മഴയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏലം കൃഷിയുടെ സമ്പൂർണ്ണ നാശമായിരിക്കും നമ്മൾ മുന്നിൽ കാണുന്നത്. കർഷകരുടെ നഷ്ടമായി സർക്കാർ കണക്കാക്കിയ 10 കോടി രൂപ പര്യാപ്തമല്ലെന്ന് ആദ്യമേ പരാതി ഉയർന്നതാണ്. 18,000-ഓളം കർഷകർക്ക് വീതിച്ചു നൽകുമ്പോൾ തുച്ഛമായ തുക മാത്രമേ ലഭിക്കൂ. ഈ തുക പോലും നൽകാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ പരിഹസിക്കുകയാണെന്നാണ് ആക്ഷേപം. താരതമ്യേന ഏലത്തിന് ഉയർന്ന നിരക്കാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഏലച്ചെടികൾ നശിച്ചതോടെ കർഷകർക്ക് വിൽക്കാനുള്ള ഉൽപ്പന്നമില്ല. ഉള്ള ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കാതെ പരിപാലിക്കുന്നതിനുള്ള ചെലവ് പോലും കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ വർഷം കടുത്ത വേനൽ ബാധിച്ച മിക്ക ഏലത്തോട്ടങ്ങളുടെയും അവസ്ഥ ദാ ഈ കാണുന്ന പോലെയാണ്. ഏലച്ചെടികളെല്ലാം കരിഞ്ഞുണങ്ങി വെട്ടിമാറ്റി കളയേണ്ട അവസ്ഥ പലർക്കും വന്നു. ആ കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക ഇനിയെങ്കിലും കൊടുക്കാൻ നടപടിയുണ്ടാകണം. കരകയറാൻ കഴിഞ്ഞില്ലെങ്കിലും പിടിച്ചു നിൽക്കാനെങ്കിലും ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഇടുക്കിയിലെ ഏലം കർഷകരുടെ കണ്ണീര് കാണണം സർക്കാർ. പ്രതികരണങ്ങളിലേക്ക്. മൊത്തത്തിലുണങ്ങിപ്പോയി, കൊടി ഉൾപ്പെടെ. അത് കഴിഞ്ഞ് ഞാൻ കൃഷിഭവനിൽ അപേക്ഷ വെച്ചു, ഫോട്ടോ എല്ലാം എടുത്ത് കൃഷിഭവനിൽ അപേക്ഷ വെച്ചു. ഒരു പൈസ ഈ നാഴിക വരെ ഒന്നും കിട്ടിയിട്ടില്ല. 500 ഹെക്ടറോളം സ്ഥലത്തെ ഏലച്ചെടികളാണ് കരിഞ്ഞതായിട്ട് ഗവൺമെൻറ്റിന് കണക്കുകൾ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ കർഷകർക്ക് പൈസ അനുവദിച്ചിട്ടും ഇതുവരെ ആരുടെ അക്കൗണ്ടുകളിൽ പൈസ എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം അതിഭയങ്കരമായ വെയിലത്ത് ഏലം കണ്ട ഒത്തിരി ഏലം ഉണങ്ങി കരിഞ്ഞു പോവുകയും ഇതിന് സർക്കാർ അപേക്ഷ എടുക്കുകയൊക്കെ ചെയ്യുക. എന്നാൽ ഇതുവരെയായിട്ട് യാതൊരു ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. എങ്ങനെ ഒരു മെയ് മാസം വരെ ഇത് പിടിച്ചു നിർത്തുന്നത് പോലും നമുക്കറിയത്തില്ല.
അപ്പോൾ വെള്ളത്തിനായിട്ടും അതുപോലെ ഒരു രീതിയിലുള്ള സഹായങ്ങൾ ഗവൺമെൻറ് നമുക്ക് നൽകുന്നുമില്ല. അപ്പം എത്രയും വേഗം നമുക്ക് വേണ്ടൊരു സഹായം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു റിപ്പോർട്ടിലേക്കാണ്. NH544 കുണ്ടന്നൂർ അങ്കമാലി ബൈപ്പാസിനായി സ്ഥലമെടുപ്പ് വൈകുന്നു. വീടും സ്ഥലവും നാടിന്റെ വികസനത്തിന് വിട്ട് നൽകാൻ തയ്യാറാകുമ്പോഴും മതിയായ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് എറണാകുളം പോഞ്ഞാശ്ശേരിയിലെ ഒരു കൂട്ടം മനുഷ്യർ. നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ട് 5 മാസങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി മന്ദഗതിയിലാണ് നീങ്ങുന്നത്. 2.5 വർഷം കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾ ഇതിനകത്ത് കയറി താമസിച്ചിട്ട്. എങ്ങോട്ടാണ് ഞങ്ങൾ പോണത് അറിയില്ല. ഈ വീട് പിള്ളേരുടെ പഠിത്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ഇതുപോലൊരു സ്ഥലമോ ഇതുപോലൊരു വീടോ ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഒരു ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ സ്വരുക്കൂട്ടി വെച്ചുണ്ടാക്കിയ സ്വപ്ന ഭവനങ്ങളാണ്. നാഷണൽ ഹൈവേ 544 അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് ഇതുവഴിയേ വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. പക്ഷേ നടപടിക്രമങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ മരവിച്ച് നിൽക്കുകയാണ് ഇവിടുത്തുകാരുടെ ജീവിതം. പലരും വീടുകൾ ഉപേക്ഷിച്ചു പോയി. പോഞ്ഞാശ്ശേരിയിലെ ജനങ്ങൾ ആരും വികസനത്തിനെതിരല്ല. 3A നോട്ടിഫിക്കേഷൻ വന്നിട്ട് 5 മാസങ്ങൾ പിന്നിട്ടു. 11 മാസങ്ങൾ മാത്രമാണ് നോട്ടിഫിക്കേഷന്റെ കാലാവധി. ഇങ്ങനെ തീരുമാനമാകാതെ ബൈപ്പാസിന്റെ പണി നീണ്ടുപോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളും അനിശ്ചിതാവസ്ഥകളും ചെറുതല്ല. ജനങ്ങളുടെ ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. നിലവിൽ പല സ്ഥലങ്ങളിലും കുറ്റിയിട്ട് പോകുന്നല്ലാതെ സർവേ കല്ലിടാനോ അത് സർവേ നടത്താനോ ഇതുവരെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. ഇവരുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായി മറുപടി പറയാനോ ഞങ്ങളുടെ ആശങ്കകൾ എന്താണ് പരിഹരിക്കാനോ ഇവരൊന്നും തയ്യാറല്ല. ജില്ലയിലെ 18 വില്ലേജുകളിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇനി 14 വില്ലേജുകളിൽ കൂടി കല്ലിടൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസുമായി ഇവർ നിരന്തരം ബന്ധപ്പെടുന്നു. ജനപ്രതിനിധികളോട് തങ്ങളുടെ ആശങ്ക പങ്കുവയ്ക്കുന്നു. ആരിൽ നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകുന്നില്ല. കയറ് കെട്ടിയ കുറ്റിക്ക് ചുറ്റിനും ദാ ഈ ആടിങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഇതുപോലെയാണ് ഇവിടുത്തുകാരെ അധികാരികൾ വട്ടം കറക്കുന്നത്. 3A വിജ്ഞാപനം വന്നതുകൊണ്ട് ഭൂമി ക്രയവിക്രയം ചെയ്യാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പറ്റാത്ത സ്ഥിതിയാണ്. ഉടമകൾക്ക് ലഭിക്കേണ്ട ന്യായമായ പലിശ ഇല്ലാതാക്കാനാണ് കല്ലിടൽ നടപടികൾ മന്ദഗതിയിലാക്കുന്നതെന്നാണ് ആരോപണം. ഭൂമിക്ക് സർക്കാർ നിശ്ചയിക്കുന്ന വില പര്യാപ്തമാകുമോ? കാലപ്പഴക്കമുള്ള വീടുകൾക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം ലഭിക്കുമോ? ഇങ്ങനെ ആശങ്കകൾ നിരവധിയാണ്. ബൈപ്പാസ് വരുന്നതറിയാതെ വീടെന്ന സ്വപ്നത്തിന്റെ പണി തുടങ്ങിയ കുടുംബവും കെണിയിലായി. 10-20 വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നൊരു വീട് പണിയണമെന്നുള്ള ഇത് ഇപ്പം തുടങ്ങി. സ്വർണവും ഇതൊക്കെ വെച്ചാണ് ഞാൻ തുടങ്ങിയേക്കണേ. ഇപ്പം എടുത്തിട്ട് ഞാൻ പെർമിറ്റ് എടുത്തിട്ട് ഒരു 6 മാസമായി. ഇപ്പം എടുത്തപ്പോൾ എങ്കിലും ഒരു പഞ്ചായത്ത് മുന്നറിയിപ്പ് തന്നിരുന്നെങ്കിൽ ഇത്രയും പൈസ കൊണ്ട് ഞാൻ ഫണ്ട് ഇവിടെ ചെയ്യില്ലായിരുന്നു. പാതി പണിഞ്ഞപ്പോഴേക്കും പൊളിച്ചു കളയണം ഈ വീടെന്ന് പറഞ്ഞ അധികാരികളെ ഇവർ ചോദ്യം ചെയ്തില്ല. നാടിന്റെ വികസനമാണല്ലോ. പക്ഷേ വേഗത്തിലുള്ള നടപടിക്രമങ്ങളും മതിയായ നഷ്ടപരിഹാരവും ഇവരുടെ അർഹതയാണ്. അനൂപസ് നായർക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഈ പദ്ധതി എപ്പോൾ നടപ്പാകുമെന്നുള്ള ചോദ്യത്തിന് അധികൃതർക്ക് മറുപടി ഇല്ല. പ്രതികരണങ്ങളിലേക്ക്. ഈ പ്രോജക്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഡീനോട്ടിഫൈ ചെയ്ത് ഞങ്ങളുടെ ഭൂമി ഇതിൽ നിന്ന് ഒഴിവാക്കി ഞങ്ങൾക്ക് തരണം. കാരണം ഞങ്ങളുടെ ജീവനോപാധിയും ഞങ്ങൾക്കുള്ള ഏക വരുമാന മാർഗങ്ങളും എല്ലാം ഇതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. നമുക്ക് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനോട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടണം. അതുപോലെ തന്നെ ഇതിങ്ങനെ നീണ്ടു പോകുന്തോറും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഭാവിയിൽ. നമ്മൾ വിവിധങ്ങളെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയാണ്. അതിങ്ങനെ പല സ്ഥലത്തും കേട്ട പോലെ ഇത് വൈകിക്കഴിഞ്ഞാൽ അതിൻ്റെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം വലിയ പ്രശ്നമാണ്. പിന്നെ ഇതിൻ്റെ നഷ്ടപരിഹാരത്തെ പറ്റിയും ഞങ്ങൾക്ക് വലിയ ആശങ്ക ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമില്ല. അഥവാ പോയാൽ തന്നെ മതിയായ സാമ്പത്തിക സംവിധാനങ്ങൾ ഉണ്ടാവണമെന്ന്, ഫുള്ളായിട്ട് പണിത് തീർത്ത് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അതുകൊണ്ട് മാനസികമായും ഒക്കെ ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ തെരുവുനായുടെ ആക്രമണം. 3ഉം 5ഉം വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കാണ് പരിക്കേറ്റത്. മുഖത്ത് ഗുരുതര പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാഹുൽ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉമേഷ്, അല്പസമയം മുമ്പാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഡരികിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. 3 വയസ്സും 5 വയസ്സും പ്രായമുള്ള സഞ്ജിനി, അഞ്ജു എന്നീ പേരുകളിലുള്ള കുട്ടികൾക്കാണ് തെരുവുനായയുടെ ക്രൂരമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വന്നത്. അതിൽ ഈ 3 വയസ്സുകാരിയായ സഞ്ജിനിയുടെ മുഖത്താണ് പരിക്കേറ്റിരിക്കുന്നത്. ആ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഞ്ജുവിന്റെ കൈക്കാണ് തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. പ്രാഥമിക ചികിത്സ വണ്ടിപ്പെരിയാൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ കുട്ടിയെയും കോട്ടയത്തിന് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ വലിയ തരത്തിൽ തെരുവുനായ ശല്യമുണ്ട്. നിലവിൽ ഈ സഞ്ജിനി എന്ന് പറയുന്ന കുട്ടിക്ക് പശുമല ജംഗ്ഷനിൽ വെച്ചും അതുപോലെ തന്നെ അഞ്ജു എന്ന് പറയുന്ന കുട്ടിക്ക് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ചുമാണ് തെരുവുനായയുടെ ആക്രമണം വെക്കേണ്ടി വന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമാണ്. അടിയന്തരമായി പരിഹാരം വേണമെന്ന് പലപ്പോഴായിട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ് ഈ തെരുവുനായ ശല്യത്തിൽ. പക്ഷേ ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ ഈ തെരുവുനായ ആക്രമണത്തിൽ 2 കുരുന്നുകൾക്ക് പരിക്കേൽക്കേണ്ടി വന്നത്. ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഉമേഷ് ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. പത്തനംതിട്ട കുമ്മണ്ണൂരിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. കുമ്മണ്ണൂർ മുൻ വാർഡ് മെമ്പർ നസീമ ബീവി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്നാണ് ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ അറിയിക്കുന്നത്. തിരുവനന്തപുരത്ത് ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി റഫീഖ് ആണ് ഫോർട്ട് പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരത്തെ പ്രമുഖ വ്യാപാരിയിൽ നിന്ന് വിവിധ തവണകളായി 3,75,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. AV ജയശങ്കറുണ്ട് തിരുവനന്തപുരത്ത്. ജയശങ്കർ, വിവരങ്ങൾ. അതായത് ഒരു തിരുവനന്തപുരത്തെ പ്രമുഖ വ്യാപാരിയിൽ നിന്ന് ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് ഈ മലപ്പുറം സ്വദേശിയായ റഫീഖ പണം തട്ടിയത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ തട്ടിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ഈ പണവും അതിന്റെ മുടക്കുമുതലൊന്നും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇതിൽ സംശയം തോന്നിയാണ് ഈ പ്രമുഖ വ്യാപാരി പോലീസിനെ സമീപിച്ചത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ഈ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി റഫീഖിനെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് ഇദ്ദേഹത്തെ മലപ്പുറത്ത് പോയി കസ്റ്റഡിയിൽ എടുത്തത്. 3 ലക്ഷത്തിലധികം രൂപയാണ് പ്രതി ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി തട്ടിയത്. എന്തായാലും ഇയാൾ കൂടുതൽ പേരെ ഇത്തരത്തിൽ തട്ടിപ്പിന് വിധേയരാക്കിയെന്നാണ് പോലീസിന്റെ അനുമാനം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. AV ജയശങ്കർ തിരുവനന്തപുരത്ത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജന കഴുതൽ ശ്രദ്ധ പരിപാടി ഇതോടെ പൂർത്തിയാവുകയാണ്.